ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എനിക്ക് 500 സബ്സ്ക്രൈബർ ആയപ്പോൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ 750 സബ്സ്ക്രൈബർ ആയപ്പോഴാണ് ഇത് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയതേ. ഇന്നത്തെ മോർണിംഗ് ഭയങ്കര പോസിറ്റീവ് എനർജിയോടും ഹാപ്പി ആയിട്ടുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒപ്പം ഒരു പ്രാർത്ഥനയോടും. എൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഈ ഭക്ഷണം ആരാണ് കഴിക്കുന്നതെന്നും അറിയത്തില്ല. ആര് കഴിച്ചാലും അവർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതെല്ലാം മാറണം, മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറണം, അവർ ഹാപ്പി ആവണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥനയോടെയാണ് കിച്ചണിൽ ഇന്നത്തെ എൻ്റെ ടൈം ചിലവഴിച്ചത്. നേരത്തെ ഉണ്ടാക്കിയത് മാങ്ങാ ചമ്മന്തിയാണ്. അതായത് ചെറിയൊരു മധുരമുണ്ട് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു മാങ്ങാ ചമ്മന്തി. ഇത് തോരനായിട്ടുള്ള പ്രിപ്പറേഷനാണ്. പിന്നെ അവിയലുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് രസം ഉണ്ടാക്കി. ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല, എങ്കിലും കുഴപ്പമില്ലാതെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ തോരൻ ഉണ്ടാക്കി, ഫിഷ് ഫ്രൈ ചെയ്തു. നെക്സ്റ്റ് പാക്കിംഗ് ആണ്. രസമാണ് ഇങ്ങനെ കവറിലാക്കി ആദ്യം കെട്ടുന്നത്. ബാക്കിയെല്ലാം ചോറിനോടൊപ്പം വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കൺമണിയുണ്ട് കേട്ടോ. അവളും അറിയാതെ ഇതെല്ലാം അവൾ കണ്ടു പഠിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്യണം, ഭാവിയിൽ എനിക്കും ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് അവളിൽ ഉണ്ടാവുമല്ലോ. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയാതെ തന്നെ അവൾക്കത് അഡാപ്റ്റ് ചെയ്തോളും. ഈ പൊതിച്ചോറ് RCCയിലത്തേക്കാണ്, അതായത് അനിയൻ്റെ കെയർ ഓഫിലാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എന്തൊക്കെ മേടിച്ചാലും എന്തൊക്കെ ചെയ്താലും കിട്ടുന്നതിനേക്കാളും അധികം ഒരു ഹാപ്പിയാണ്. എനിക്ക് ഫസ്റ്റ് ഇങ്ങനൊരു തോട്ട് ഉണ്ടായത് ഒരു 5-6 വർഷം മുൻപേ യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി ഇങ്ങനെ ഹോസ്പിറ്റലിലത്തേക്ക് ഇങ്ങനെ പൊതിച്ചോറ് തയ്യാറാക്കിയായിരുന്നേ. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ക്യാഷ് അതിൽ പൊതിഞ്ഞ് വെക്കുന്നത് കണ്ടേ. അപ്പോൾ അന്നേ എനിക്കൊരു ഇതെൻ്റെ മനസ്സിലൊരു ഇൻസ്പയർ ആയായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയാൽ അത് നല്ലതല്ലേ. അതാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നതേ. ഇത് നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതെനിക്ക് പ്രശ്നമല്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് നല്ലതാണ്. തലേ ദിവസമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും ഇതിൽ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നയച്ച ഫിഷ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്തത്. കൂടുതൽ പൊതി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല. പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങാ ചമ്മന്തി അതും വെച്ച് ഇങ്ങനെ പൊതിച്ചോറ് പൊതിയാനോ വളരെ അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കാറില്ല. കാരണം അടുത്താണല്ലോ ജോലി, അപ്പോൾ വീട്ടിൽ വന്നിട്ടാണല്ലോ ഫുഡൊക്കെ കഴിക്കുന്നത്. എങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അതൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ പ്രാർത്ഥനയോടെയാണ്. കാരണം ഇതാർക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അപ്പോൾ ആ കിട്ടുന്ന ആൾക്ക് അസുഖമൊക്കെ മാറണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിന്ന് പൊതിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലും കൺമണി എൻ്റെയോടൊപ്പം നിന്ന് എല്ലാം നോക്കി പഠിക്കുകയാണ്. എൻ്റെ ഒരു പൊതി അവൾക്ക് പൊതിയാൻ കൊടുക്കണമെന്ന് പറഞ്ഞ്, എങ്കിലും കൊടുത്തില്ല. കൂടെ ഹെൽപ്പിന് മാത്രമേ നിർത്തിയതുള്ളൂ. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ തയ്യാറാക്കി കൊടുത്തയച്ചു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.